കടുത്തതോടെ പുഴകൾ വറ്റി വരളുന്നു. പുത്തികെ പുഴയിൽ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചതോടെ പുഴയ്ക്ക് നടുവിൽ കുഴിച്ച കിണറുകളിൽ നിന്നാണ് കുടിവെള്ളത്തിനും കൃഷിക്കുമായി വെള്ളം കണ്ടെത്തുന്നത്. പൊള്ളുന്ന ചൂടിൽ പുത്തികയിൽ വറ്റിവരണ്ട പുഴയ്ക്ക് നടുവിലെ ചെറുകിണറുകളിലെ ചെളി നീക്കം ചെയ്തൊരുക്കുകയാണ് തൊഴിലാളികളായ ബാബു പൂജാരിയും രാമറയ്യും ബാലകൃഷ്ണറയ്യും. കുടിവെള്ളത്തിനും കൃഷിക്കും വെള്ളം കണ്ടെത്തുന്നതിന് ഇതല്ലാതെ മറ്റു വഴികളില്ല. കടുത്ത വരൾച്ചാകാലത്ത് ആശ്രയിക്കുന്നതിനാണ് ഗത്യന്തരമില്ലാതെ നാട്ടുകാർ പുഴയിൽ ചെറിയ കിണറുകളുണ്ടാക്കിയത്. മുൻവർഷങ്ങളിൽ വേനൽമഴ ലഭിച്ചതിനാൽ പുഴയിലെ കിണർ ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. ഇത്തവണ വേനൽ കടുത്തതോടെ കിണറുകൾ വൃത്തിയാക്കി വെള്ളത്തിനുള്ള വഴി തേടുകയാണ്. ഇതേമാതിരി വെള്ളമായിരുന്നു. അപ്പോൾ ഇതേ വെള്ളം ഇല്ലെങ്കിൽ കുടിക്കണി കൂടെ ഈ കിണറെല്ലാം ഈ ചേരെടുത്തിട്ട് വെള്ളമെല്ലാം കൃഷി എല്ലാം തന്നെയാണ്. കൃഷിക്കാണ്, കുടിക്കൊടിയാണ്, പിന്നെ എല്ലാത്തിനാണ് ഈ നന്നെ ഈ കിട്ടിയിട്ട് എടുക്കാനത്ത് ചേരെടുത്തില്ലെങ്കിൽ വെള്ളം കിട്ടില്ല. ഇങ്ങനെ ഇതായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് ഏപ്രിൽ ആദ്യം ഏപ്രിൽ 6 മഴ വന്നത്, മഴ വെള്ളമൊക്കെ വന്നത്. ഈ വർഷം ലേറ്റ് കുറെ. കഴിഞ്ഞ വർഷം വേനൽ മഴ ലഭിച്ചതിനാൽ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലെന്ന് കർഷകനായ ബഷീർ പറഞ്ഞു. അങ്ങനെ വെള്ളം ശേഖരിക്കുന്ന ലാസ്റ്റായില്ലേ, ഇങ്ങനെ മുമ്പ് മഴ വന്ന ഇത്ര പ്രശ്നമില്ലായിരുന്നു. കഴിഞ്ഞൂറി ഇങ്ങനെ ഇറങ്ങി തുറക്കുമ്പോഴൊക്കെ മഴ വന്നത്. മറ്റു ജില്ലകളിൽ ലഭിച്ചതുപോലെ കാസർഗോഡ് കാര്യമായ വേനൽ മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല. വേനൽ കടുത്തതോടെ ചന്ദ്രഗിരി പുഴയും തേജസ്വിനി പുഴയും അടക്കമുള്ള ജില്ലയിലെ പുഴകളെല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ്. മഴയെത്തിയില്ലെങ്കിൽ പുഴകളുടെ നാട് കടുത്ത പ്രതിസന്ധിയിലാവും. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.